ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി എന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, കനകാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കേട്ടത് ഷാർജയിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കാണപ്പെട്ട അതുല്യ ശേഖർ മരിക്കുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശമാണ്. സഹോദരൻ തന്നെയാണ് അത് ഞങ്ങൾക്ക് എത്തിച്ചു തന്നത്. ഈ ശബ്ദ സന്ദേശത്തിൽ അവൾ തൻ്റെ സഹോദരിയോട് പറയുന്നു, തനിക്ക് മരിക്കാൻ പോലുമുള്ള ധൈര്യമില്ലെന്ന്, ഇയാളോടൊപ്പം ജീവിക്കേണ്ടി വരുന്നു എന്ന ഗതികേടിനെക്കുറിച്ചാണ് അവൾ നിലവിളിക്കുന്നത്. അതിക്രൂരമായി അവളെ മർദ്ദിച്ചു. അവൾ മാറിക്കിടക്കുകയാണ് താഴത്തെ മുറിയിൽ. അവിടേക്ക് വന്നിട്ട് ഫോണിൽ സംസാരിച്ചു. തൻ്റെ ഉറക്കത്തിന് തടസ്സമായി എന്ന് പറഞ്ഞ് ചവിട്ടിക്കൂട്ടുകയാണ്. പുതപ്പിനുള്ളിൽ ഫോൺ വെച്ചാണ് അവൾ സംസാരിച്ചതെന്ന് ഓർക്കണം അവളുടെ അമ്മയോട്. അത് കേട്ടിട്ടാവണമെന്നില്ല, പക്ഷെ അവൾ എവിടെയെന്ന് നോക്കിയപ്പോൾ പുതപ്പിനിടയിൽ സംസാരിക്കുന്നത് കണ്ട് അതിക്രൂരമായി ചവിട്ടിക്കൂട്ടി. അവളുടെ വയറ്റിലെ വേദന അവൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവളുടെ മരണവാർത്തയാണ്. കൊല്ലം തേവലക്കര സ്വദേശിയായ അതുല്യ ശേഖർ 11 വർഷം മുമ്പാണ് വിവാഹിതയാവുന്നത്. അവൾക്കിപ്പോൾ 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്ന് വെച്ചാൽ അവളുടെ വിവാഹം നടന്നത് അവളുടെ 19ാമത്തെ വയസ്സിലാണെന്നർത്ഥം. അവൾക്ക് പിറ്റേ വർഷം തന്നെ കുഞ്ഞുണ്ടായി, 10 വയസ്സുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് ദീർഘകാലം നാട്ടിലൊറ്റയ്ക്കായിരുന്നു. എന്നാൽ അവളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി അതുല്യ ഇടയ്ക്ക് കൊണ്ടുപോയി. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് തിരിച്ചു കൊണ്ടുവിടുകയായിരുന്നു. താൻ അനുഭവിക്കുന്ന വേദനയും പീഡനവും യാതനയും ദുഃഖവുമൊന്നും തൻ്റെ മകൾ അറിയേണ്ട എന്ന് കരുതിയാവാം അതുല്യ ഇവിടെ കൊണ്ടുവിട്ടത്. വിവാഹ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അതുല്യയെ അതിഭയാനകമായ രീതിയിൽ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുമായിരുന്നു. മദ്യപാനത്തിൽ ആസക്തനായ സതീഷ് ഒരു സൈക്കോയെ പോലെ പെരുമാറി. എല്ലായിടത്തും അതുല്യയെ സംശയിച്ചു. അവളെ ജോലിക്ക് പോവാൻ അനുവദിച്ചില്ല. അവൾ ആരെയും വിളിക്കാനോ സംസാരിക്കാനോ അനുവദിച്ചില്ല. അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും അനുവദിച്ചില്ല. തൻ്റെ അടിമയായി, തൻ്റെ ദാസ്യപ്പണി ചെയ്യുന്ന ഒരു അടിമയായി മാത്രം അയാൾ അതുല്യയെ കരുതി. അയാളുടെ കൈക്കരുത്ത് തീർക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു അതുല്യ. അതുല്യയെ അയാൾ ഭ്രാന്തനെ പോലെ ഉപദ്രവിക്കുന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ അതുല്യ തന്നെ പകർത്തി സഹോദരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിഭയാനകമായി അലറി വിളിക്കുന്ന ഒരു സൈക്കോപാത്തിനെ നമുക്ക് വീഡിയോകളിൽ കാണാം. അവളുടെ ശരീരത്തിൽ ആകെ മുറിവേറ്റിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടു. കൈകാലുകളിലും ശരീരത്തിലുമൊക്കെ പലതവണ ഇയാൾ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം സഹിച്ച് മടുത്തിട്ടാണ് അതുല്യ ഇതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയതും തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊക്കെ അത് അയച്ചു കൊടുത്തതും. ഒടുവിൽ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൾ മരണം പോകി. അവൾ സ്വയം ജീവൻ ഒടുക്കിയതാണോ അതോ ഈ ക്രൂരൻ അവളെ കൊന്നതാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് നമുക്കറിയാവുന്നത്. ഒരുപക്ഷെ അയാൾ മദ്യപിച്ച് ലക്ക് കെട്ട് അവളെ വകവരുത്തിയതാവും. എന്തായാലും ഷാർജയിലെ പോലീസ് ഫോറൻസിക് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഷാർജ പോലീസ് കേസെടുത്തു എന്ന വാർത്തകൾ നമ്മളൊരിടത്തും കണ്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതാണ്. മരിച്ചതും പ്രതിയായതും ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് കേരള പോലീസിന് കേസെടുക്കാം. ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ സംഭവം ഉണ്ടായത് ഷാർജയിലായതുകൊണ്ട് തന്നെ ആ കേസ് ഭാവിയിൽ എങ്ങനെയാവും എന്നതിൽ ആശങ്കയുണ്ട്. കേരള പോലീസിനെ ഷാർജയിൽ പോയി കേസന്വേഷണം നടത്താൻ കഴിയുമോ? അതൊരു തർക്ക വിഷയമാണ്. കൊലപാതകത്തിൻ്റെയോ അല്ലെങ്കിൽ ആത്മഹത്യയുടെയോ വിശദാംശങ്ങൾ അവർക്കെങ്ങനെ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയും? ഷാർജയിൽ താമസിക്കുന്നവർ ഏത് രാജ്യക്കാരാവട്ടെ ഇത്തരമൊരു ക്രൈം ചെയ്താൽ വാസ്തവത്തിൽ കേസെടുക്കേണ്ടത് ഷാർജ പോലീസ് അല്ലേ? പോലീസ് എടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, എടുക്കുമോ എന്നും നമുക്കറിയില്ല. എന്തായാലും ക്രൂരതയുടെ പര്യായമായ ഈ സതീഷ് ശിഷ്ടകാലം ജയിലിൽ കഴിയേണ്ടവനാണ്.
അവൻ ഈ പെൺകുട്ടിയെ തല്ലിക്കൊന്നതാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമാണ്. ഇത്രയും ക്രൂരത തൻ്റെ ജീവിത പങ്കാളിയോടെന്നല്ല, ആരോടും ആര് കാണിച്ചാലും അവർ ശിക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിനുള്ളിൽ ഇത് സംഭവിക്കുമ്പോൾ, അതും അയാളിൽ നിന്നും ഒരു കുഞ്ഞിനെ ജന്മം നൽകിയ പശ്ചാത്തലത്തിൽ, ഒരു വിട്ടുവീഴ്ചയും ഈ ദുഷ്ടനോട്, ഈ ക്രൂരനോട് ചെയ്തുകൂടാ. ഈ പെൺകുട്ടിയുടെ നിസ്സഹായമായ നിലവിളി നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച. ഇതൊക്കെ സത്യമാണെങ്കിലും ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. അതുല്യ കഴിഞ്ഞ 11 വർഷം ഇത്രയും ദുഃഖകരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്കും സഹോദരനും സഹോദരിക്കുമൊക്കെ അറിയാമായിരുന്നു. അതുല്യ താമസിച്ചിരുന്നത് സഹോദരി താമസിച്ച ഫ്ലാറ്റിൽ നിന്നും ഏറെ ദൂരമല്ലാത്ത മറ്റൊരു ഫ്ലാറ്റിലാണ്. ഈ ക്രൂരതകൾ ഒക്കെ അവൾ വീഡിയോയിൽ പകർത്തി അവളുടെ ബന്ധുക്കൾക്ക് കൊടുത്തു. അവളുടെ സഹോദരിയോട് നിരന്തരം അവൾ ഫോണിൽ ഇതൊക്കെ പറഞ്ഞതിന് തെളിവുകളുണ്ട്. കഴിഞ്ഞ 11 വർഷവും ഇവൾ പീഡനത്തിനിരയായി എന്ന് മാതാപിതാക്കൾ പറയുന്നു. മുമ്പും ഇവളെ ഉപദ്രവിക്കുമായിരുന്നു. പലതവണ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. പലതവണ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി. പിന്നീട് പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പതിവാണ്. 2 കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്നതുകൊണ്ട്, 2 സാമൂഹ്യ പരിസരത്ത് ജീവിച്ച പരിചയമുള്ളതുകൊണ്ട്, 2 ജീനുകളായതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ കാര്യത്തിലും എന്നല്ല, ഭൂരിപക്ഷം കാര്യത്തിലും വിയോജിപ്പുണ്ടാവുന്ന സാഹചര്യം വിരളമല്ല. ഭാര്യയും ഭർത്താവും പരസ്പരം യോജിപ്പോടെ ഒരു തർക്കവുമില്ലാതെ ജീവിക്കുന്നത് വളരെ അപൂർവമാണ്. കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഭിന്നത. ആ ഭിന്നതകൾ കൂടി ചേരുന്നതാണ് കുടുംബജീവിതം. എന്നാൽ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു നിമിഷം ആ കുടുംബജീവിതം മുമ്പോട്ട് പോകാൻ പാടില്ല. ഒരാൾക്കും ഒരാളുടെ ശരീരത്തിന് മേൽ ഉപദ്രവിക്കാനുള്ള അവകാശമില്ല. എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഭർത്താവ് ഭാര്യയെ അടിച്ചാൽ, ഉപദ്രവിച്ചാൽ, ഒരു തവണയാണെങ്കിൽ പോലും അവിടെ ഒരു വരവരയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ പ്രകോപനത്തിൽ സംഭവിച്ച കയ്യബദ്ധമാണെങ്കിൽ ക്ഷമിച്ചെന്ന് വരാം. എന്നാൽ നിരന്തരം ഉപദ്രവിക്കുക, അതും ശരീരത്തിൽ പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ ഉപദ്രവിക്കുക എന്നത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടുള്ളതല്ല. ഇവിടെ സതീഷ് നിരന്തരമായി അതുല്യയെ അടിക്കുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു, ചവിട്ടിക്കൂട്ടുമായിരുന്നു എന്ന് അവരുടെ വീട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും എന്തിനാണ് അതുല്യയെ ആ സതീഷ് എന്ന ക്രൂരൻ്റെ കൂടെ താമസിക്കാൻ ആ വീട്ടുകാർ വിട്ടുകൊടുത്തത് എന്നത് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു കടങ്കഥയാണ്. ഒരു പെൺകുട്ടിയുടെയും വീട്ടുകാർ ഇനി തെറ്റാവർത്തിക്കരുത്. നമ്മൾ ഇതിനു മുൻപ് എത്രയോ സംഭവങ്ങൾ ഇത്തരത്തിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്നൊക്കെ നമ്മളിത് പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ പാഠം പഠിക്കുന്നില്ല, നമ്മളിത് ആവർത്തിക്കുന്നു. അതുല്യയെ നിരന്തരമായി ഉപദ്രവിക്കുന്നതിന് തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അറിയാത്തത് കൊണ്ടാണ് എന്ന് അവളുടെ ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ പറയാൻ കഴിയില്ല. നിരന്തരമായി ഈ സതീഷ് അവളെ ഉപദ്രവിച്ചിരുന്നു. അതിന് വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളവ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും അയാളെ അവളോടൊപ്പം താമസിക്കാൻ അനുവദിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അവളുടെ നിസ്സഹാവസ്ഥയോർത്ത് അതിയായ ദുഃഖമുണ്ട്. ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവിനൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഗതികേട് അത് ഭയാനകമാണ്. അത് ആത്മഹത്യയിലോ കൊലപാതകത്തിലോ ചെന്ന് അവസാനിക്കൂ എന്ന് ആർക്കും നിശ്ചയിക്കാവുന്നതാണ്. സ്നേഹപൂർവ്വം പറയട്ടെ, അവളുടെ ഈ ശാരീരികാവസ്ഥ, മാനസികാവസ്ഥ അറിഞ്ഞിട്ടും അവനോടൊപ്പം ജീവിക്കാൻ അനുവദിച്ചവരോട് എനിക്ക് കടുത്ത പരാതിയും പരിഭവമുണ്ട്. നിസ്സാര കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാര്യ വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരും ഒക്കെയുണ്ട്. അവരോട് എനിക്ക് യോജിപ്പില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബജീവിതത്തിൽ നിന്നും പരമാവധി അകലം പാലിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെയും മതം. എന്നാൽ നിരന്തരമായി ഒരുത്തൻ ശാരീരികമായി ഉപദ്രവിച്ചിട്ടും ആ മാതാപിതാക്കൾ നിശബ്ദത പാലിച്ചെങ്കിൽ, ആ സഹോദരങ്ങൾ നിശബ്ദത പാലിച്ചെങ്കിൽ അത് സങ്കടകരമാണ്, ദുഃഖകരമാണ്. ഈ ക്രൂരൻ്റെ കൈകളാൽ അതുല്യ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഭാഗികമായെങ്കിലും ആ മാതാപിതാക്കളും സഹോദരനും കുടുംബാംഗങ്ങളും ഏറ്റെടുക്കണം. ഇനി ഒരാളും അവരുടെ പെൺമക്കളെ ഇത്തരം ക്രൂരന്മാരുടെ കൈകളിൽ പെട്ട് പ്രാണൻ പിടഞ്ഞ് മരിക്കാൻ അനുവദിച്ചുകൂടാ. ശാരീരികമായി ഉപദ്രവിക്കുന്നവന്റെ കരുണയ്ക്ക് വേണ്ടി, അവനിൽ നിന്ന് കിട്ടുന്ന നീതിക്ക് വേണ്ടി ആരും കാത്തിരുന്നുകൂടാ. സങ്കടകരമാണ് അതുല്യയുടെ ജീവിതം. ഈ സങ്കടത്തിന്റെ ഉത്തരവാദിത്വം ആ ക്രൂരനായ മനുഷ്യൻ മാത്രമല്ല, ആ കുടുംബാംഗങ്ങളും ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടാത്ത നമ്മൾ സമൂഹവും ഒരുപോലെ പങ്കുപറ്റണം.